അടിപൊളി വീഡിയോ ആണ് കേട്ടോ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. എഗ്ഗ് ബിരിയാണി എങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഞാൻ ഈ ഒരു എഗ്ഗ് ബിരിയാണി കുക്കറിൽ ട്രൈ ചെയ്യുന്നത്. എഗ്ഗ് ബിരിയാണി കുക്കറിൽ നിന്നല്ല ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഫ്ലോപ്പ് ആവുമോ സക്സസ് ആവുമോ എന്നൊന്നും എനിക്കറിയില്ല. ഫ്ലോപ്പ് ആയാലും സക്സസ് ആയാലും ഈ വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതവിടെ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു തക്കാളി കുഞ്ഞിതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതേപോലെ തന്നെ ഇവിടെ ഒരു ഉള്ളി വലിയൊരു ഉള്ളി എടുത്തത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ മല്ലിച്ചപ്പ് മിസ്സിംഗ് ആണ്. അതേപോലെ തന്നെ തൈരും ഇല്ല. പക്ഷെ ഉള്ള സാധനം വെച്ചിട്ട് നമുക്ക് എങ്ങനെ കുക്കർ ബിരിയാണി അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അടിപൊളിയാവോ അല്ലെങ്കിൽ വായി വെക്കാൻ പറ്റൂലേ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കുക്കറിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. സ്പൈസസ് ഒന്ന് പൊട്ടി വരുമ്പോൾ ഈ ഉള്ളി എന്താക്കുക അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഈ ഉള്ളി ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടും. അത് നല്ലതുപോലെ വാടി വരുന്ന സമയത്ത് മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് അങ്ങനെ ആ ഒരു മിക്സിങ് പരുവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നല്ല രീതിക്ക് വാടി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വെച്ചാൽ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഈ കണക്കിന് നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോകുന്നവരെ അങ്ങനെ വെക്കുക കേട്ടോ. അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഈ ഒരു ഐറ്റംസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. അതിൻ്റെയൊക്കെ ഒരു പച്ചമണവും ആ ഒരു കുത്തലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോകുന്നവരെ നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. പിന്നെ ഞാൻ കുറച്ച് അവിടെ കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്, കുറച്ച് മീറ്റ് മസാല ഇടുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ മസാലയും കുറച്ച് വെറുക്കിയാൽ കിട്ടോ എന്നാൽ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അതിന് ശേഷം ഞാൻ എഗ്ഗ് പുഴുങ്ങിയതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു 2 മിനിറ്റ് അതേപോലെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴുകി വെച്ച അരിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഈ റെസിപ്പി വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് 10 മിനിറ്റ് കുക്കറിൽ വെച്ചാൽ മതി എന്നാണ് കേട്ടോ. അതും ഈ വിസിൽ കളഞ്ഞതിന് ശേഷം 10 മിനിറ്റ് വെക്കാനാണ് പറഞ്ഞത്. പക്ഷേ 10 മിനിറ്റ് വെച്ചാലൊന്നും ചോറ് വേവലുണ്ടാവില്ല. ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം വെച്ചിട്ടാണ് എനിക്ക് ഈ ഒരു റൈസ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുള്ളത് കേട്ടോ. പക്ഷേ അടിപൊളി ടേസ്റ്റ് ഗായ്സ്. ബിരിയാണി നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഉപ്പയും കഴിച്ചു. ബിരിയാണിയും നല്ല മുളക് ചമ്മന്തിയുണ്ട് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം നല്ല മുളക് ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ കുറച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ മുളക് ചമ്മന്തി എടുക്കുക, കുറച്ച് ചോറിങ്ങനെ കുഴക്കുക. സംഭവം അടിപൊളിയാണ് കേട്ടോ. ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്, എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതായിട്ടാണ്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും റെസിപ്പി ഈ വീഡിയോ തന്നെ പറയുന്നതാണ്. അപ്പം ഇത് കഴിച്ചിട്ട് വരട്ടെ. ബൈ ഗൈസ്.